ഹായ് ഹലോ ഇറ്റ്സ് മീ അല്ല. നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 3 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്, 3/4 ഗ്ലാസ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സെയിം ഗ്ലാസ്സിൽ തന്നെ. എന്നിട്ട് അര സ്പൂൺ ഒലിവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് വെള്ളമൊഴിച്ച് മൂടി വയ്ക്കാം. നമ്മൾ മിനിമം 8 മണിക്കൂർ വയ്ക്കണേ. അത് 10 ആയാലും കുഴപ്പമില്ല, കാരണം കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കുറയും കേട്ടോ. എന്നിട്ട് വെള്ളമൊഴിച്ച് വാഷ് ചെയ്ത് വെള്ളമൊഴിച്ച് മൂടി വയ്ക്കാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സെയിം വെള്ളം കൊണ്ട് തന്നെ നമ്മൾ അരച്ചെടുക്കുന്നത്. അരയ്ക്കണ നേരത്ത് ഉപ്പും 3/4 ഗ്ലാസ് ചോറും കൂടെ ആ സെയിം ഗ്ലാസ്സിൽ തന്നെ 3/4 ഗ്ലാസ് ചോറും കൂടെ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരച്ചില്ലെങ്കിലും നമ്മൾ ദോശ ഇഡലി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ തരിതരിയായിട്ട് ഫീൽ ചെയ്യും, ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, മര്യാദയ്ക്ക് പൊന്തി വരില്ല. അപ്പോൾ കണ്ട, രാവിലെ ആകുമ്പോൾ ഓവർനൈറ്റാണ് ഞാൻ വെച്ചിട്ടുള്ളത്. രാവിലെ ആകുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല പൊന്തി പൊന്തി വന്നിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ പൊന്തി വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഈസ്റ്റോ സോഡാപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ദോശ കിട്ടും. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ ബൈ, ഇറ്റ്സ് മീ എന്താ.